ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുറച്ച് ഗ്രോ ബാഗിൽ നട്ടേക്കുന്ന കൃഷിയൊക്കെ കാണിക്കാവേ. അതിനായിട്ടാണ് വന്നേക്കുന്നത്. ഇതെല്ലാം മുളകാണ്. കുറേ മുളകൊക്കെ നട്ടിട്ടുണ്ട്. ഇതെല്ലാം മുളക്. പിന്നെ ഇത് മുളകാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയാണ്. അതിനകത്ത് ഇഞ്ചിയുണ്ട്. ഇഞ്ചി നട്ടേക്കുവാണ്. നമ്മളിത് നട്ടേക്കുന്നത് ഗ്രോ ബാഗിലല്ല, പിന്നെ വേസ്റ്റായിട്ടുള്ള പ്ലാസ്റ്റിക് കവറിലില്ലേ, ഇതെല്ലാം ഫുള്ളും ഇഞ്ചിയാണ്. ഈ പ്രാവശ്യം നമ്മൾ കുറേ ഇഞ്ചി ഗ്രോ ബാഗിലാണ് നട്ടത്. നമുക്ക് മണ്ണിൽ നടുമ്പോൾ അത്രയ്ക്ക് കിട്ടത്തില്ല. ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് കൃഷിയുടെ വിളവെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുളക് നട്ടേക്കുന്നത്. പിന്നെ ഇത് ചാക്കിലാണേ. ചാക്കിൽ നമ്മൾ ഇഞ്ചിയാണ് നട്ടേക്കുന്നത്. കണ്ട, ഇഞ്ചിയൊക്കെ കിളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇഞ്ചിയാണ്. നമ്മളെല്ലാ എന്ത് നട്ടാലും നമ്മൾ പച്ചക്കറി നടുമ്പോൾ അതിന് അതിൻ്റെ ചുവട്ടിൽ കരിയില ഇട്ട് കൊടുക്കണം. അത് നല്ല ഈർപ്പം അങ്ങനെ തന്നെ നിലനിർത്തി പച്ചക്കറി ഇച്ചിരി കൂടെ വാടാതൊക്കെ ഇരിക്കും. അതിന് നല്ലപോലെ സഹായിക്കും ഈ ഇങ്ങനെ തടയിടുന്നത്. നമ്മൾ കരിയിലയൊക്കെ ഇട്ട് അത് പിന്നെ അഴുകുമ്പോഴും അതിന് വളമാവുമല്ലോ. നമുക്ക് ഇങ്ങനെ കരിയില ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പിന്നെ കുറേ ഇത് നേരത്തെ നട്ട ഒരു പച്ചമുളകാണ്. ഇവിടെ മെയിനായിട്ട് കുറേ പച്ചമുളക് ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെ പിന്നെ വഴുതനങ്ങ, പിന്നെ വെണ്ടയ്ക്ക, ഇതൊക്കെ വേറെ ഇനി നടാനുണ്ട്. എല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നു. ഇത് ഉണ്ടമുളകാണ്. ഇങ്ങനെ ഉണ്ടമുളക്. ഇത് നട്ടിട്ട് കിളിച്ച് വന്നതേ ഉള്ളൂ. ഒരെണ്ണം ആയതുള്ളൂ. ബക്കറ്റിനകത്തൊക്കെ പച്ചമുളകാണ്. അങ്ങനെ കുറേ പച്ചക്കറി ഇങ്ങനെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്. ഇതിനകത്തുനിന്ന് ഇഷ്ടം പോലെ നമുക്ക് കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി നടാറായ ഒരു കൊടിയാണ്. ഇതിനകത്തുനിന്ന് കുറേ നമുക്ക് ഇങ്ങനെ നട്ടതിലും ഇഷ്ടം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുരുമുളക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ പറിച്ചതിൻ്റെ ബാക്കി പൊട്ട് അതിനകത്ത് നിർത്തിയേക്കുക. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കുറ്റിക്കുരുമുളക് നട്ടതിന്. പിന്നെ ഇത് തക്കാളിയാണ്. തക്കാളിയുടെ തൈയാണ്.